അണ്ണാ, ദുബായ് അനുസരിച്ച് വന്നിട്ടുണ്ട്. സിറ്റി മൊത്തം ഞാൻ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ടൈം മാത്രം തീരുമാനിച്ചാൽ മതി. അത് ഓക്കെ കാശി. എന്നാൽ ഈ സിറ്റിയിലൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ എന്തായാലും അല്പം ഭയന്നേ പറ്റൂ. ബായി എങ്ങാനും ഈ ബിസിനസ്സിനെ പറ്റി അറിഞ്ഞാ? ഏയ്, ആരാ ഈ ബായ്? അവനാരാ? മഹാരാജാവോ? നിനക്കവനെ ഭയമായിരിക്കും. ഡയറക്റ്റായി ഈ കാശി എതിർക്കാനുള്ള ധൈര്യമുണ്ടോ അയാൾക്ക്? എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ അയാളുടെ സമ്മതം വേണം. അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരെങ്ങ് വരട്ടെ. അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ അവൻ ഒറ്റപടിക്ക് തീർത്ത് കളയും ഞാൻ. ഈവനിങ് ഫ്ലൈറ്റിൽ നീ ദുബായിലെത്തണം. ടിക്കറ്റ് ഇതിലുണ്ട്. പിന്നെ ഞാൻ അറിയാതെ ഈ വഴി വരാൻ പാടില്ല. ഒരിക്കലങ്ങനെ ചൂണ്ടിയ കാരണം കുറെ വിരലുകൾ നഷ്ടമായില്ലേ? ഞാനൊന്ന് വിചാരിച്ചാൽ പിന്നെ ആ കൈ പോലും ഉണ്ടാവില്ല. ഇപ്പോഴാ വിഷയം എന്തിനാ ബായ്? അനാവശ്യമായി നിങ്ങൾ എൻ്റെ ബിസിനസ്സിൽ ഇടപെടരുത്. വേണമെങ്കിൽ കമ്മീഷൻ വാങ്ങിക്കോ. എടാ കാശി, ഭായിയെ പറ്റി ശരിക്കും അറിഞ്ഞിട്ടാണോ ഇത്? ബാലു, സ്പീക്കർ ഓൺ ചെയ്യും. ഹലോ ഹലോ അൻസാരി ഭായ്, ദുബായിലുള്ള നമ്മുടെ ഫാക്ടറി ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. താങ്കൾ കഴിയുന്ന വേഗം എത്തണം. കണ്ടല്ലോ, ഇവിടെ ഒന്ന് അമർത്തിയപ്പോൾ നിന്റെ ഫാക്ടറി ബ്ലാസ്റ്റായി. കാശിയോട് ചേർന്ന് ഇനി എന്തെങ്കിലും ഡീൽ ചെയ്തെന്നറിഞ്ഞാൽ നിന്റെ ഓരോ സാമ്രാജ്യങ്ങളും ഞാൻ നശിപ്പിക്കും. എന്താടാ, ധൈര്യമുണ്ടെങ്കിൽ മുമ്പിൽ വരാനോ? എന്നെ ഇല്ലാതാക്കി കളയുമെന്നോ? എന്നാ കൊല്ലടാ. നിനക്ക് സിറ്റിയിൽ ഹോട്ടല്, ബാറ്, വൈൻ ഷോപ്പ്, എത്രയോ ബിസിനസ് ഉണ്ട്. അതൊക്കെ പോരാഞ്ഞ് ഡ്രഗ്സിന്റെ ഇല്ലീഗൽ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചാൽ അവിടെ അൻസാരിയുടെ ഫാക്ടറി പോലെ ഇവിടെ നിന്റെ വീട് ബ്ലാസ്റ്റ് ആവും. ആ ബായും ബാലും എന്തിനാ വന്നത്? നിങ്ങളെ വിളിച്ചിട്ടാണോ? സ്മാടിക്കാൻ കമ്പനിയില്ലാഞ്ഞിട്ട് ഞാനാ വിളിച്ചത്. ആഹാരടാ നീ? അതിന് ഞാൻ അവരെ വിളിക്കണോടാ? നേരെ വന്ന് വാണിംഗ് തന്നുപോയി. കിട്ടിയ ചാൻസ് കളഞ്ഞു വിളിച്ചു. ഇവിടെ വെച്ച് കൊല്ലാമായിരുന്നു. അപ്പം അവനെ കൊല്ലുന്ന അത്ര എളുപ്പമല്ലടാ. സിറ്റിയിൽ അവനുള്ള പവർ അറിയാമോ? പോലീസ് മൊത്തം അവന് സപ്പോർട്ടിനുണ്ട്. ടൈം ശരിയല്ലടാ. എക്സ്ക്യൂസ് മീ, എന്റെ പേര് അജയ്. IAS ഇന്റർവ്യൂവിനുള്ള കോൾ ലെറ്റർ എനിക്കിതുവരെ വന്നില്ല. ഓഫീസർ പറഞ്ഞു താങ്കളെ വന്ന് കാണാൻ. 1 മിനിറ്റ്. പേരെന്താ പറഞ്ഞേ? അജയ്. നിന്റെ ഫാദറിന്റെ പേര് പറ. ബാലഗംഗാധരൻ. ബൈ ചാൻസ് ജാഗിർ ഭായിയുടെ കൂട്ടത്തിലുള്ള ആളൊന്നും അല്ലല്ലോ? അത് തന്നെ. സുന്ദർറാവു, നീ പറഞ്ഞത് ശരി തന്നെ കേട്ടോ. ബാലഗംഗാധരന്റെ മകൻ IAS എഴുതി എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല. ഈ ബാലഗംഗാധരൻ ഏത് ഗംഗാധരനാണെന്ന് ഞാൻ സംശയിച്ചതാ. സത്യമാണ് കേട്ടാ. ലെറ്റർ ഉണ്ടോന്ന് പറയണം. നിനക്ക് ലെറ്റർ വന്നില്ലെങ്കിലേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും ജീവിച്ചിരിക്കോടാ? നിനക്ക് ലെറ്റർ വരും. മറ്റുള്ളവരെ പോലെ ബാലുവിന്റെ മോനും ഓഫീസിൽ വന്നാൽ ലെവല് തീരെ താഴെ ഇടിയില്ലേ? സുന്ദറാവു, ഇവന് ശരിക്കും മാർക്ക് കിട്ടിയതാണോ അതോ ഇവന്റെ അച്ഛൻ കഴുത്തിൽ കത്തിവെച്ച് ശരിക്കും മാർക്ക് ഇടിച്ചതാണോ? മുമ്പൊക്കെ ഇവർ ഓഫീസിലുള്ളവരെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ എടുത്തി. ഇപ്പോൾ ഇവർ തന്നെ ഓഫീസേഴ്സ് ആവുന്നു. സിസ്റ്റം തന്നെ സ്പോയിലാവും.